Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പി ഒരു സ്റ്റാർട്ടർ ആക്കാമെന്ന് വിചാരിച്ചേ. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റാർട്ടേഴ്സ് തന്നെയാണ്. അവർക്ക് ഡിഷ് കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം അമ്മ പഠിക്കാൻ നേരം അല്ലെങ്കിൽ ടി വി കാണാൻ നേരം എന്നതേലും എപ്പോഴൊക്കെ ഇനിയിപ്പോൾ അവധിയാവുകയല്ലേ, അവധി ആകുമ്പോഴത്തേന് ഈ പിള്ളേർക്ക് എന്നതേലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി ടിന്നിനകത്ത് വെച്ചേ ഒക്കത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഏത് നേരവും അങ്ങ് വിശപ്പാന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്റ്റാർട്ടർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. പിള്ളേർക്ക് പൊതുവേ നഗറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അവർക്ക് എത്ര വറുത്ത് കൊടുത്താലും അവർ ഒരു മടുപ്പും പറയുകയില്ല, വേണ്ടാന്നും പറയുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പിള്ളേർക്ക് കുറച്ച് പനീർ നഗറ്റ്സ് ചെയ്യാമെന്നേ. അത് എല്ലാ അമ്മമാർക്കും ഒന്ന് ട്രൈ ചെയ്യാം. അവധി കാലമാണ്. ഇതൊക്കെ കരുതി നമ്മുടെ ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്നതെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് വറുത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാ വെച്ചാൽ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അഥവാ മറന്നു പോകാന്നേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം ആദ്യം നമുക്ക് അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നുള്ളത് എഴുതിയെടുത്തോ. ഫസ്റ്റ് കുറച്ച് പനീറാണ് വേണ്ടേ, കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പച്ചമുളക്, ഇച്ചിരി പാല്, ഇത്രയും വേണ്ട, കുറച്ച് കാശ്മീരി മുളക് പൊടി, കോൺഫ്ലവർ, സവാള, മൈദ, പിന്നെ കുറച്ച് റവ, ഇച്ചിരി ബ്രെഡ് ക്രംസ്. ഇത് ഉണ്ടാക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്, വെളിച്ചെണ്ണയിൽ വേണ്ട കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി അതിൻ്റെ ഒരു ചുവ വ്യത്യാസം വരും. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പേ വെക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റവ ഇങ്ങനെ വറുത്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ നല്ലത്. അഥവാ അങ്ങനെ വറുക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ അതും ടെൻഷനില്ല. റോസ്റ്റഡ് റവ മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ വറുക്കാനും പോണ്ട, വറുത്തില്ലല്ലോ എന്നോർത്തിട്ട് ടെൻഷനും വേണ്ട. ഫസ്റ്റ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് ഉള്ളി ഇതിനകത്തോട്ടിടുക. ഉള്ളിയും പച്ചമുളകും. ഇതിനകത്ത് എരിവ് എന്ന് പറയുന്നത് പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ. ഇത്രയും പനീറുണ്ട്. ഒരു ഇച്ചിരി ഒരു 3-4 പച്ചമുളക് ഇടാവേ. ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, ഒരു ഇച്ചിരി മൂത്താൽ മതി. ആ ഒരു ക്രഞ്ചിനെസ് മാത്രം ഒന്ന് പോവുക. ബാക്കിയെല്ലാം ഇതിനകത്ത് വേണ്ടിയത് തന്നെയാണ്. ഇതിനകത്ത് ശരിക്കും ഇച്ചിരി വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം, പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട. ഇതിൻ്റെ കൂടെ ഗാർലിക് പേസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. അതായത് ഗാർലിക് പേസ്റ്റ് വെച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കിയോ അതിനൊരു ഡിപ്പ് ഉണ്ടാക്കിയോ എന്താ വെച്ചാൽ ചെയ്താൽ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അഥവാ അതിനുണ്ടാക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ ഒരു ഇച്ചിരി 2 വെളുത്തുള്ളി ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റുന്നത് നല്ലതാണേ. ഇതിനകത്തോട്ട് ഒരു കുറച്ച് റവ, മൂപ്പിക്കാത്തതാണേലും മൂപ്പിച്ചതാണേലും ഈ സമയത്ത് ഇടുക. മൂപ്പിക്കാത്തതാണ് എങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് മൂപ്പിച്ചേച്ചാൽ മതി. ഈ റവ ഇച്ചിരി ഒന്ന് മൂക്കാനായിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമേൽ ഇട്ട് കൊടുത്തേച്ച് എന്നാ ചെയ്യണമെന്നറിയോ, ആ സമയം കൊണ്ട് നമുക്ക് ഒത്തിരി നേരം കിട്ടുകയല്ലേ. ആ സമയം കൊണ്ട് പനീർ നമുക്ക് ഇച്ചിരി പൊടിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. അഥവാ പൊടിക്കാനുള്ള സമയമില്ലെങ്കിൽ മിക്സിയിൽ ഇട്ടേച്ച് ഒന്ന് അടിച്ചെടുത്തേച്ചാലും മതി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഉള്ളി അങ്ങ് വഴന്നോളും, ആ റവയും മൂത്തോളും. മൂപ്പിച്ച റവയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞേ ചിട്ടേച്ചാൽ മതി. മൂപ്പിക്കാത്ത ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഉള്ളി ഇച്ചിരി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ടേക്കണമെന്നേ.
നല്ലോണം പനീർ പൊടിയണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ കുഴയ്ക്കാൻ നേരം ഇതിനകത്ത് ബൈൻഡിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും റവയാന്നു. ഇനി അത് എങ്ങനെ റവ ആവുന്നതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി പാലൊഴിക്കും. പാലൊഴിച്ച് വെച്ചാൽ അതിനെ നമ്മൾ കുറുക്കിയെടുത്തിട്ട് നല്ലോണം മാറിക്കഴിയുമ്പോൾ ഒന്ന് കുഴയ്ക്കുമ്പോഴത്തേക്ക് അത് നല്ല കട്ടിയായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേറ്റേൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീസ് ചെയ്ത് വെച്ച് എണ്ണയോ എന്നതേലും തേച്ച് വെച്ച് ഈ പറയുന്ന സാധനം നമ്മൾ കേസരിയൊക്കെ ഒഴിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ കേസരിയോളം ലൂസല്ല, കുറച്ചൊരു കട്ടിയായിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ആ കുറുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ പ്ലേറ്റിലോട്ടൊന്ന് നിരത്തി വെച്ച് ഇച്ചിരി ആറി കഴിയുമ്പോൾ നമുക്ക് കട്ടേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്നും നേരെ ഇല്ലെങ്കിൽ ഇതങ്ങോട്ട് ആറുമ്പോഴത്തേക്ക് നല്ലോണം നമ്മൾ കട്ട്ലേറ്റിന് കുഴയ്ക്കുന്ന പോലെ അങ്ങോട്ട് കുഴച്ച് വെച്ച് അതിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ നോക്കണം. അതായത് ഇച്ചിരി ഉപ്പോ എരിവോ എന്നാന്ന് വെച്ചാൽ ചേർക്കാനുള്ളത് ചേർത്തേക്കണം. ഇതിന് പുളി വരികയില്ല കേട്ടോ. ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് ടേസ്റ്റും എന്ന് പറയുന്നത് ശരിക്കും കുരുമുളകും പച്ചമുളകിൻ്റെ എരിവാണ്. പിന്നെ കുറച്ച് നമ്മൾ ഒരു നിറത്തിനായിട്ട് കുറച്ച് മുളക് പൊടി ഇടും. അത് ഒത്തിരി ഒന്നും ഇടുകയില്ല, കുറച്ചേ ഇടത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിടണം. കുറച്ച് കുരുമുളക്, ഒരു ശക്കലം മുളക് പൊടി ഇട്ടേച്ചാൽ മതിയേ. ഒരു 1/2 ടീസ്പൂൺ വെച്ചോ കണക്ക്. അതൊന്ന് ഇച്ചിരി നല്ലതായിട്ട് ഇളകി കഴിയുമ്പോഴത്തേന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി മല്ലിയില. മല്ലിയുടെ ഒക്കെ ആ ഒരു മണവും അതിൻ്റെ ആ ഒരു രുചിയും എല്ലാം ഇതിനകത്തോട്ട് നല്ലോണം വരണേ. ഇനി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി പാലൊഴിക്കുക. ഇത് നമ്മുടെ പശുവും പാലാ, തേങ്ങാപ്പാലൊന്നും അല്ല. ഒത്തിരി ഒന്നും വേണ്ട, ഒരു വലിയ സ്പൂണിന് ഒരു തവിക്ക് ഒഴിച്ചേച്ചാൽ മതി. എന്നാന്നോ ആ റവയൊന്ന് വേവാനായിട്ടാ. എന്നുവെച്ചാൽ സിമ്മേ വെക്കണം, ഒത്തിരി സിമ്മേ വെച്ചോ. എന്നുവെച്ചാൽ അതിനെ ഒന്ന് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴത്തേന് ആ റവയും പനീറും ഒക്കെ ആ നമ്മൾ ചേർത്തേക്കുന്ന ഫ്ലേവർ കംപ്ലീറ്റ് ഇതിനകത്തോട്ടാവുമേ. ഉപ്പ് എരിവ് എല്ലാം വേണം. പുളി എന്ന് പറയുന്നത് പനീറിൻ്റെ പുളി മതിയാവും. ഇത് ഇനിയുള്ള പരിപാടി എന്നാന്ന് വെച്ചാൽ ഇനി ഇത് ഇച്ചിരി ആ റവയൊന്ന് വേവണം. റവ വേവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഞാൻ പാലൊഴിച്ച്, അതായത് ഞാൻ ഒരു 2 സ്പൂൺ റവ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു പാലൊഴിച്ചേക്കുക. അപ്പോൾ ആ പാല് ആ റവയും കൂടെ ഒക്കെ ഒന്നായിട്ട് അറിയാമല്ലോ, നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ റവ ഒന്ന് കുതിർന്ന് അത് ഇച്ചിരി ഒന്ന് പൊലിപ്പം വയ്ക്കും. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ബൈൻഡിങ് ഏജൻറ്റ്. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലോണം ആ റവയും പനീറും എല്ലാം കൂടി ഇട്ട് കുഴയ്ക്കുമ്പോഴേ അത് ഉണ്ട പിടിക്കാനൊക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ പൊടിഞ്ഞു പോവേ. അഥവാ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കത് ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചേക്കുമല്ലേ, അതിനകത്തോട്ട് കുറച്ച് ബ്രെഡ് ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ചിടുക. ആറിയതിന് ശേഷം അന്നേച്ചം ഒന്ന് കുഴച്ച് നോക്കിയേ, നല്ല അസലായിട്ട് അത് കുഴഞ്ഞു വരും. അതല്ല അതും പറ്റിയില്ല, അയ്യോ ഇനിയും വെള്ളമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പാലൊഴിച്ചിട്ട് അതിൻ്റെ കുഴപ്പം. അത്ര ഒഴിക്കല്ല, ഒന്നെങ്കിൽ തളിച്ച് ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂണിന് കണക്കായിട്ട് ഒഴിച്ചേച്ചാൽ മതി. ആദ്യമേ ഒരുപാട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഒന്നും ചെയ്തേക്കരുത്, അത്രയും വെള്ളം ഒഴിക്കരുത്. തളിച്ച് മാത്രമേ ഇതിനകത്ത് വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി ഒറ്റ പണിയേ ഉള്ളൂ, നമ്മൾ ബാറ്റർ കലക്കണം. അതായത് കോൺഫ്ലവറും മൈദയും കൂടെ 50-50 റേഷ്യോ, 2:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കോൺഫ്ലവറും മൈദയും കൂടെ കലക്കുക. എന്നിട്ട് ഇതിനെ ഷേപ്പ് ചെയ്യുക, കോൺഫ്ലവറിൽ മുക്കുക, ബ്രെഡ് ക്രംസിലിടുക, അങ്ങോട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. വേവാനൊന്നും അധികം സമയമൊന്നും വേണ്ടെന്നേ, ഇച്ചിരി സമയം മതി. കണ്ടോ, ഇപ്പോൾ തന്നെ നമ്മൾ ആ കൂട്ടി വെച്ചപ്പം അടിയിലുണ്ടായിരുന്ന ഭാഗമൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞു വന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. എന്നാന്നോ, ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഒട്ടും വെള്ളമയം ഇല്ലാതെ എടുക്കണം. എന്നാൽ മാത്രമേ അതിനുള്ള ഒരു രുചി കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ കുഴയ്ക്കുന്ന സമയത്തും അതിൻ്റെ ഉപ്പ് എരിവ് എല്ലാം ശ്രദ്ധിച്ചു വേണം. പച്ചമുളകല്ല, അതിന് പകരം കുഴയ്ക്കുന്ന സമയത്ത് ഇച്ചിരി എന്നതേലും എരിവ് കുറവാന്നേൽ കുരുമുളക് ഇട്ടേച്ചാൽ മതി.
ഇതിനിപ്പോൾ ഇച്ചിരി കൂടി ആറാനുണ്ട്. ആ സമയം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മുക്കിയെടുക്കാനുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാം. അതായത് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ മുട്ടയിൽ നമ്മൾ മുക്കിയെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇത് പ്യോർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമുക്ക് മുട്ട ഇടാനൊക്കത്തില്ല. അഥവാ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ മുട്ട ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വൈറ്റ് മാത്രം ഇട്ടേച്ചാൽ മതി. മഞ്ഞ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ആ മുട്ടയ്ക്ക് തന്നെ ഒരു ചോയില്ലേ, അത് വേണ്ട. വൈറ്റ് മാത്രം ഇടുവാണെങ്കിൽ ഓക്കെ. പിന്നെ പ്യോർ വെജിറ്റേറിയൻ ആണെങ്കിൽ അതൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ 2 സ്പൂൺ മൈദയും 2 സ്പൂൺ കോൺഫ്ലവറും ചേർക്കുക. ഇതിനകത്തോട്ട് ഈ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, ഒത്തിരി ഇല്ല, ഇച്ചിരി മതി. ഇതിനകത്തോട്ട് ഇത് നമുക്ക് ആ കട്ട്ലേറ്റ് ഒന്ന് മുക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ബാറ്റർ. ഒരുപാട് വെള്ളം പോലെ ആക്കിയേക്കല്ല, ഇച്ചിരി കട്ടിക്ക് വേണം കലക്കാനായിട്ട്, അല്ല അതിൻ്റെ പുറമേ ഒന്നും ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ നല്ലോണം ഒന്ന് കുഴയ്ക്കണം. നഗറ്റ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആക്കാൻ കട്ടേഴ്സ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ബോളാക്കി എടുത്താൽ മതി. നമുക്ക് ആ കട്ടറൊന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ മീറ്റ് ബോൾസ് പോലെ ആക്കി എടുത്താൽ മതി. അല്ല കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇതൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഷേപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈവെള്ളയെ വെച്ചേച്ച് നമുക്കിപ്പോൾ സ്ക്വയർ ആക്കാം, അല്ലെങ്കിൽ ഗോബി ആക്കാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആക്കാം. ഇത് ഏത് വേണമെങ്കിലും നമുക്കാക്കാം. ഫസ്റ്റ് ഞാൻ ഈ ചൂടൊന്ന് പോയതിന് ശേഷം ഷേപ്പ് ആക്കാവേ. ഞാൻ മിക്കവാറും ഞാൻ പറയുന്ന നഗറ്റ്സിന് സ്ക്വയർ ഷേപ്പ് കൊടുക്കുന്ന ഏറ്റവും നല്ലത്. കാര്യം നമ്മൾ കടയിൽ നിന്നൊക്കെ നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ ചില നഗറ്റ്സ് ഒക്കെ 8-ൻ്റെ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാനൊക്കത്തില്ല, അതുകൊണ്ട് സ്ക്വയർ ഷേപ്പ് ആക്കാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ളും ഇങ്ങനെ ബോൾ പിടിച്ചു വെച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ റോ ആയിട്ട് നമുക്ക് അതിനെ ഷേപ്പ് വരാൻ ചെയ്യാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞുതരാവേ. അത് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചോട്ടെ, അല്ലെ പിന്നെ അതിന് നേരം പോവുകയല്ലേ. കട്ട്ലേറ്റ് നഗറ്റ്സ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നിറച്ച് എണ്ണ വേണേ. എണ്ണയെ കിടന്ന് വേണം നല്ലോണം മൂക്കാനായിട്ട്. നമ്മൾ ഇച്ചിരി എണ്ണ കുറയ്ക്കുവാന്നേൽ എന്നാ പറ്റുമെന്നറിയാവോ, അതങ്ങ് പൊടിഞ്ഞു പോകും. അഥവാ നമ്മളിപ്പോൾ ഉരുട്ടിയ സമയത്ത് അഥവാ അത് പൊടിഞ്ഞു പോകാൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ തോന്നുവാന്നേൽ എന്നാ ചെയ്യണമെന്നോ, ഇച്ചിരി ബ്രെഡ് ക്രംസ് ഇട്ടേച്ചാൽ മതി. ബ്രെഡ് ക്രംസ് ഇട്ടേച്ച് ഇച്ചിരി പാലും കൂടെ ഒന്ന് തളിച്ച് കൊടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇച്ചിരി കട്ടിക്ക് തന്നെ നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. എന്നുവെച്ച് കൈവെള്ളയെ വെച്ചേച്ച് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. ബോളായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല സ്ക്വയറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ല എപ്പോഴും ബ്രെഡ് ക്രംസിൽ നമ്മൾ ഈ എന്താ പറയുക ബാറ്ററിൽ മുക്കിയേച്ച് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഷേപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചില സമയം ഉണ്ടല്ലോ നമുക്ക് കൈവാക്ക് അത്രയും പോരെങ്കിൽ സത്യം പറഞ്ഞാൽ അത് പൊട്ടിപ്പോവേ. അന്നേച്ചാൽ ഉടനെ തന്നെ എണ്ണയിലോട്ട് ഇട്ടേക്കല്ല, ഇച്ചിരി നേരം ഒന്ന് ഫാനിൻ്റെ കീഴയിലോ എണ്ണയിലോ ഒന്ന് വെച്ചേച്ച് വേണം ഇടാൻ. കാര്യം എന്നാണെന്നറിയോ, അന്നേരം ഇതൊന്ന് ഡ്രൈ ആവും. ഡ്രൈ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സേഫാണ്, അത് പൊട്ടുകയില്ല. ഒരു പനീർ നഗറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തോരം പണിയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോൾ വേണ്ട, അത് മേടിക്കാമെന്നല്ലേ പറയുന്നത്. അങ്ങനെ ചെയ്യല്ലോ കേട്ടോ. പിള്ളേർക്ക് നല്ലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ
അറ്റ്ലീസ്റ്റ് പിള്ളേരെങ്കിലും പറയാം അമ്മ അന്ന് ഉണ്ടാക്കിയ സാധനം നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇനി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കാൻ ഈ പറഞ്ഞ എനിക്ക് ഇഷ്ടമാണ്. ഏത് നേരവും അടുക്കളയിലാണല്ലോ എന്നുള്ളൊരു പ്രയാസമൊന്നും എനിക്കില്ല. കാര്യം എന്താ പറയുക, എപ്പോഴും പറയുന്ന പോലെ ഉള്ളൂ, പാത്രം കഴുകാനൊരു ഇച്ചിരി മടിയാന്നേ ഉള്ളൂ, അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എണ്ണ നല്ല ചൂടായിട്ട് ഞാൻ ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോവാ. ഇനി ഒരുപാട് പണിയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ കട്ട്ലേറ്റ് പോലെ വറുത്തെടുത്തതിന് ശേഷം ചൂടോടെ കുഞ്ഞുങ്ങൾക്കോ ഗസ്റ്റോ ആരെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ നമ്മളങ്ങ് സെർവ് ചെയ്തേച്ചാൽ മതി. നല്ല ചൂട് ചായയുടെ കൂടെ ആണെങ്കിൽ സൂപ്പർ ആട്ടോ. ഇതിൻ്റെ കൂടെ ഇനി പറഞ്ഞ പോലെ കെച്ചപ്പ് ആണെങ്കിൽ അത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നഗറ്റ് ഉണ്ടാക്കിയപ്പോൾ ഒരു അടുക്കളയ്ക്ക് വന്ന കോലം കണ്ടോ, ഇതൊന്ന് വൃത്തിയാക്കിയാലേ എൻ്റെ പ്രസൻറ്റേഷൻ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നഗറ്റ്സ് റെഡി ആകുന്നു. ഇത്രയും ബ്രൗൺ ആയേച്ചാൽ മതി, അതല്ല ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടി കുറച്ചേച്ചുണ്ടാക്കിയാൽ മതി. ഇതൊക്കെ നമ്മുടെ കൈവിരുത് പോലെ ഇരിക്കുവേ. ഇത് ആനീസ് കിച്ചണിൽ സത്യം പറഞ്ഞാൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയല്ല, നമ്മുടെ അമൃത കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. ഒരു സഹോദരനും സഹോദരിയാണ് വരുന്നത്. കണ്ണുപെട്ടത് കണ്ടാൽ തല്ലുണ്ടാക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. ഈ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഞാൻ ക്ഷണിക്കുന്നുമില്ല. അല്ലെ കുടുംബക്കാരെ ഞാൻ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ തന്നെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുമോ നമുക്ക് നോക്കാം, അതാ ഏറ്റവും നല്ലത്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, വരുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങ് കതക് പൂട്ടാം. അതാ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പൂട്ടാറുണ്ടോന്ന് നോക്കുമല്ലായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നാത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒറ്റ കാര്യമില്ല അല്ലേ? അല്ലെ തന്നെ മഞ്ജു, ഞാൻ പുതിയ വീട് വെച്ചിട്ട് എന്റെ പുതിയ വീടിന്റെ അടുത്ത് എന്താ വരാൻ? എന്നോട് ആരും പറഞ്ഞില്ല. പറഞ്ഞിട്ട് വേണോ വരാൻ? അല്ല, എന്നാലും പറയണ്ടേ. അറിഞ്ഞു വന്ന് എന്റെ പുതിയ അടുക്കളയൊക്കെ കണ്ടേച്ചു പോവാന്നുള്ള സാമാന്യ മര്യാദ ഉണ്ട്. അല്ല, അന്ന് ഞാൻ ഇവിടെ ഒരു സാധനം നോക്കി വെച്ചിട്ട് എനിക്കത് തന്നില്ലല്ലോ. അതുകൊണ്ടാ മൊത്തം മാറ്റിയത്. ഇന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ എന്ന് പേടിച്ചിട്ട്. ഞാൻ കണ്ടത് ആ പൂക്കളൊക്കെ കൊള്ളാം ആന്നല്ലേ, ഇന്ന് അങ്ങോട്ടായിരിക്കും നോട്ടം. പക്ഷെ അനീഷേട്ടനോട് എനിക്ക് പരാതിയൊന്നുമില്ല, ആദ്യമായിട്ട് വരുന്നതിൽ സന്തോഷമായിരുന്നു. പക്ഷെ ഇത്രയും ദിവസം അപ്പുറം ഇപ്പുറം ഒക്കെ കിടന്നേച്ച് എന്റെ വീട്ടിൽ വരാഞ്ഞാൽ ദുഃഖമുണ്ട്. അല്ല, അതിപ്പോ ഇങ്ങനെ വിളിക്കാതെ വരുന്നതാണ് എനിക്ക് ഇഷ്ടം തോന്നി. വിളിക്കാതെ വരുന്നതാണ് ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കുടുംബത്തിലുള്ള ഫാമിലി അല്ലേ നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും. അന്നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞേച്ചാണോ പോകുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞ ഞങ്ങളെ വീട്ടിൽ തരുന്നില്ലല്ലോ. എന്നെ വിളിച്ചില്ലല്ലോ. എന്നെ വിളിച്ചില്ലല്ലോ. നിങ്ങൾ വീട് മാറിക്കൊണ്ടിരിക്കല്ലേ ഓരോ നേരവും. എവിടാന്ന് പറഞ്ഞോണ്ടാ ഞാൻ വരുന്നത്. മഞ്ജു സാമാന്യ മര്യാദക്ക് വിളിച്ചു പറയണം, ഇന്നടത്താ എന്റെ വീട് ഇപ്പം, മറ്റത് മാറി എന്നൊക്കെ പറയണേ. ഇത് ഒരു മര്യാദ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിളിച്ചില്ല, ഔപചാരികമായിട്ട് മഞ്ജുവിനെ വിളിച്ചില്ല എന്ന് മഞ്ജു പറയട്ടെ. എന്നെ വിളിച്ച് തീർന്നേ. ഇനി പരാതി ഉണ്ടോ പറയാൻ? ഇല്ലല്ലോ. വഴക്കുണ്ടാക്കുമ്പോഴേ നമുക്ക് കസാരയിൽ നിന്ന് വഴക്കുണ്ടാക്കാം, അതാ നല്ലത്. നിന്ന് വഴക്കുണ്ടാക്കുമ്പോ ചിലപ്പോ എനിക്ക് തല്ലു കിട്ടിയാൽ കിടക്കും. അനീഷേട്ടാ, ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, അനീഷേട്ടൻ ഭയങ്കര ജേർണലിസ്റ്റ് അല്ലായിരുന്നോ? അന്ന് ഇത്ര ചിരിക്കുന്നത്. എന്നിട്ട് അനീഷയുടെ ജേർണലിസം മുന്നോട്ട് കൊണ്ടുപോകാതെ അഭിനയിക്കാനായിട്ടൊക്കെ വന്ന എങ്ങനെയാ? തെറ്റായി പോയോ? ഞാൻ ഒരിക്കലും പറയുകയല്ല, പക്ഷെ ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബുജ്ജി അങ്ങനത്തെ ഒരാൾക്കാരല്ലേ അല്ലേ? അല്ല, അത് ഒരു പുച്ഛം. അല്ല, ശരിക്കും അങ്ങനെയല്ലേ പറയാ? അവരങ്ങനെ അവരുടെ തോട്ടൊക്കെ അങ്ങനെയാന്ന്. അനീഷയുടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ വെരി ഫ്രണ്ട്ലി. എന്താ പറയാ, നമ്മള് നിത്യേന കാണുന്ന ഒരു മനുഷ്യന്റെ ക്യാരക്ടറാണ് മിക്കപ്പോഴും കാണുന്നത്. അപ്പൊ ഇത്രയും ഫ്രണ്ട്ലി ആവാൻ ഒരു ജേർണലിസ്റ്റിന് പറ്റും എന്നൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിശയം തോന്നുക. ആ ഒരു ഫീൽഡ് വിട്ടെ? അല്ല, അങ്ങനെയല്ല. എന്നാൽ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മെയിൻലി എനിക്കിപ്പോഴും ഇഷ്ടം ഈ പറഞ്ഞ പോലെ അപ്പൊ ഇതിന്റെ ഇടയിൽ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റേറ്റ് ലെവലൊക്കെ മിമിക്രിക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും വിട്ടു. മിമിക്രിയൊക്കെ ഉണ്ട്. ഇപ്പോൾ മിമിക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ഇതെല്ലാം ഉണ്ടെന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ ഈ എഴുതുന്നെന്ന് പറഞ്ഞാൽ ബുക്കുണ്ടോ? ബുക്ക് എഴുതുന്നോ? ബുക്സ് അല്ല, ഞാൻ ചില കഥകളൊക്കെ എഴുതാറുണ്ട്, ചില സ്ക്രിപ്റ്റിംഗ്. ഇതിന്റെ ഇടയിൽ നിങ്ങളെ വഴക്ക് പറയുന്നതിലും പരിഭവം പറയുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം ഞാൻ വിട്ടുപോയി. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വരുന്ന വഴിക്ക് എനിക്ക് എന്നതേലും മേടിച്ചുകൊണ്ട് വന്നോ?
അറ്റ്ലീസ്റ്റ് ഒരു മധുരോ ഒരു മുട്ടായി ഏലും എന്നാ ഒരു ആങ്ങളെയും പെങ്ങളും എന്നാത്തിനാന്നറിയാമോ 10 പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കല്ലേ എന്നാത്തിനാ അല്ലേ ആന്ന് നാണല്ലോ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ മനസ്സിലായില്ലേ അല്ലേ അഭിമാനത്തോടെ ഞാൻ പറയുമ്പോ അറ്റ്ലീസ്റ്റ് സന്തോഷപൂർവ്വം എനിക്ക് എന്നതേലും ഒന്ന് മേടിച്ചോണ്ട് വരാനും ഒന്നും മനസ്സിലാവാതിരിക്കുന്നു മിണ്ടിപ്പോയത് എനിക്ക് മനസ്സിലായില്ല ശരിക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി അനീഷേട്ടൻ എന്ത് ഉദ്ദേശിച്ചാണ് നിങ്ങളോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അനീഷേട്ടന്റെ കാര്യം മനസ്സിലായി. കുഞ്ഞെ നിങ്ങളുടെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന വർക്ക് 500 എപ്പിസോഡായിരുന്നു. ഇപ്പൊ അനീഷേട്ടൻ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായി. അതാണ് അനീഷേട്ടൻ ഇങ്ങനെ ചോദിച്ചത്. ഞാനത് കൈപ്പത്തി എന്തായിരിക്കും. അനീഷേട്ട എങ്ങനെ സഹിക്കുന്നു പ്ലീസ് ആണല്ലേ. ഇപ്പൊ നമുക്ക് അരമണിക്കൂറിനാ കാര്യം മനസ്സിലാവുമായിരിക്കും അല്ലേ. എന്തോരാന്ന് ആങ്ങളെയും പെങ്ങളും 10 പൈസ കയ്യിൽ നിന്ന് എടുത്തൊന്നും ചെലവാക്കുകയല്ലേ അല്ലേ. ഞങ്ങളൊക്കെ കാണുന്ന നേര് തന്നെയാ. ആങ്ങളെ ചെലവാക്കും പെങ്ങള് ചെലവാക്കൂല. ആങ്ങളയുടെ കൂടെ മേടിച്ചേച്ച് പെങ്ങൾ അങ്ങ് കാര്യം നടത്തുവേ. പക്ഷെ ക്യാരക്ടേഴ്സ് ഭയങ്കര ലൈവാ അല്ലെ, ഒത്തിരി ലൈവാ. എനിക്ക് തോന്നുന്നു ശരിക്കും റിയൽ ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്തോ ഇങ്ങനെയൊക്കെ അനീഷന്റെ കാഴ്ചപ്പാടില്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും എന്റെ ചേച്ചിയും നല്ല ഭയങ്കര കൂട്ടാ. ഞങ്ങൾ 4 പേരാണ്. ഇതേപോലെ തല്ലൊക്കെ ഉണ്ടാക്കാം എപ്പോഴും. വഴക്ക് കൂടാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. എനിക്കൊരു വിഷമം വന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. അപ്പൊ ഞാൻ മഞ്ജുനോട് അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങനെ മഞ്ജു ഞാൻ നല്ല കൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മഞ്ജുനോട് അഭിനയിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അല്ല മഞ്ജു ഭയങ്കര നാച്ചുറൽ ആണ്. റിയലി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മഞ്ജു ഭയങ്കര ഏത് ക്യാരക്ടർ കൊടുത്താലും മഞ്ജു നല്ല അസൽ ആ ഒരു ക്യാരക്ടറിലേക്ക് അങ്ങ് കേറും. പിന്നെ മഞ്ജു പിന്നെ ആവുള്ളൂ. മഞ്ജു പത്രോസിനെ പിന്നെ അവിടെ നോക്കുക ചെയ്യരുത്. റിയലി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ് കൂടെ നിൽക്കുന്നവർ ഇതാവുമ്പോൾ നമ്മളും കൂടി ഇതാവുന്നതാണ്. ആ സത്യം. അതായത് മഞ്ജു അത്രയും നല്ലൊരു ആക്ട്രസ് ആണ്. അതുകൊണ്ടാണ് അനീഷേട്ടനൊക്കെ ഇത്രയും നല്ല റേഞ്ച് കിട്ടുന്നതെന്നാ പറയുന്നത്. അതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയും ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പുകഴ്ത്താണെന്ന് പറയാം. അങ്ങനെയല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഷോട്ടില് എനിക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ അങ്ങോട്ട് പോയിട്ട് എന്നെ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും വാ നീ ഓടി വാ എൻ്റെ അടുത്തേക്ക് വാ എന്ന് എന്നെ വിളിക്കണ പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്തോ അതൊന്നും റിഹേഴ്സലൊന്നും ഉണ്ടായിട്ടല്ല. ഓടിച്ചെന്ന് അപ്പോഴത്തേനും ഇങ്ങനെ പിടിച്ച് അതൊക്കെ എനിക്കപ്പോൾ ഒരു പെങ്ങളായിട്ട് എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ഫീല് അവിടെ നിന്ന് കിട്ടുന്നോണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് കറക്റ്റാ. അത് കുറെ ദിവസവും കൂടെ ആവുമ്പോൾ നമുക്ക് ആ വേവ് ലെങ്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അല്ലെ. ഇതിന്റെ ഇടയിൽ അനീഷേട്ടൻ ഒരു ക്രെഡിറ്റും കൂടെ തന്നേ പറ്റുള്ളൂ. അനീഷേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഒന്നും മിണ്ടുന്നില്ല. ഇതെന്തൊന്നും മിണ്ടാത്ത ഇത് സത്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനീഷേട്ടൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാത്തിനാ? ആക്ടിങ് ആണോ, കോമഡി ആണോ, ഡയറക്ഷൻ ആണോ, എഴുത്താണോ, ജേർണലിസ്റ്റ് ആണോ? എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒരു നിലപാടിൽ നിൽക്കണമെന്ന് എല്ലാരും പറയുന്നു അല്ലേ. ഒരു കഞ്ചിയെ കാല് കുത്തണമെന്നാ പറയുന്നത്. പക്ഷെ സകലകല വല്ലഭനാവുന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷെ എന്നാലും അനീഷേട്ടൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ? അല്ല എനിക്ക് ഇതാണ് എപ്പോഴും എനിക്ക് വേറൊന്നും അറിയില്ല. എനിക്ക് ഇത് മാത്രമേ അറിയാവൂ, ഇതൊക്കെ അറിയൂ. അപ്പൊ ഇതിലങ്ങ് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷവും. പക്ഷെ അനീഷേട്ടൻ എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാൻ തുടങ്ങി. ഞാനിങ്ങനെ ഓർക്കുവാണ്, അനീഷേട്ടൻ ഒന്നും പറയുന്നില്ല. അനീഷേട്ടൻ ആങ്കർ ആയിരുന്നില്ലേ? അതെ. ഇല്ല പറ ഞാൻ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഓർത്ത് അനീഷേട്ടൻ എന്നാ അനീഷേട്ടൻ പറയുവോ ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട്, ആങ്കറിങ്ങിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അനീഷേട്ട വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടെ ഓർത്തു അനീഷേട്ടൻ ചെയ്തത്. ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അനീഷേട്ടൻ ആദ്യമൊക്കെ ഭയങ്കര സീരിയസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. വയസ്സായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒത്തിരി സീരിയസ് ഈ നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്ന ഭയങ്കര ഹ്യൂമർ. അനീഷേട്ടൻ എന്താ ഉദ്ദേശം? അതൊരു ഭാഗ്യമല്ലേ സത്യം. ബീങ് ആൻ ആക്ടർ അത് ശരിക്കും ഒരു ഭാഗ്യമാണ്. നമുക്ക് പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം. ശരിക്കും അനീഷേട്ടൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു എന്താ പറയുക ഹ്യൂമറാണോ ഏറ്റവും കൂടുതൽ? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. പക്ഷേ എങ്കിലും എനിക്ക് എല്ലാം ഇഷ്ടമാണ്, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ പറയില്ല എപ്പോഴും അഭിനയിക്കുക അല്ലെങ്കിൽ അതിനൊരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഡയറക്ഷൻ ഒരു പ്രാവശ്യം ചെയ്തോളൂ? അല്ല ഞാൻ ഈ റിയാലിറ്റി ഷോസ് ഒക്കെ നേരത്തെ വരുന്ന സമയത്തൊക്കെ ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കുറേ പ്രാവശ്യം അങ്ങനെയൊക്കെയുള്ള ഷോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയാം ഞാൻ ബേസിക്കലി പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് വന്ന ആളാണ്. അമച്ചർ നാടകം, പരീക്ഷണ നാടകം, പിന്നെ പ്രൊഫഷണൽ നാടകം അങ്ങനെ വന്ന ആളാണ്. പിന്നെ സർക്കാരിന്റെ കഥാപ്രസംഗ കോഴ്സ് സാംബുശ സാറിന്റെ ഗുരുവായിരുന്നു. അതല്ലേ കറക്റ്റ് ചോദ്യം. പഠിച്ചത് ഏതെന്ന് ചോദിക്കാൻ പാടില്ല.
പ്ലെയിൻ ഓടിക്കാനോ അതും കൂടെ സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ പഠിച്ചേ. പിന്നെ അളിയനെ കുറിച്ച് പറയാൻ അളിയൻ വേഴ്സസിന്റെ എൻ്റെ ഏറ്റവും വലിയൊരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ചെയ്തു വന്ന പാറ്റേണിൽ നിന്ന് വ്യത്യാസമുള്ളൊരു രീതിയാണ്. കാരണം ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതുവരെ നമ്മൾ കണ്ടൊരു ലൊക്കേഷനേ അല്ല അളിയൻ വേഴ്സസിൻ്റെ ലൊക്കേഷൻ. നമ്മൾ രാവിലെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഫുഡ് എല്ലാം കഴിച്ച് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കഥ പറയും. ചിലപ്പോൾ ഒരു 1 ലൈൻ ഉണ്ടാവും. അതിങ്ങനെ മഞ്ജു വായിക്കും. മഞ്ജുവാണ് വായിക്കുന്നത്. മഞ്ജു ഇങ്ങനെ വായിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ച് ഓരോരുത്തർ ഓരോ വേർഷനിൽ ഇങ്ങനെ പറയും. അങ്ങനെയാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയലോഗ് ഇങ്ങനെ നോക്കി പറയുകയോ കേട്ട് പറയുകയോ ചെയ്യുന്നതല്ല. ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം പറയും. ഒരു തിരക്കഥയിൽ ഒരു സംഭവം പറഞ്ഞ പോലെ പിന്നെ നമ്മളാണ് സംഭാഷണം ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെയാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലെയും ക്രിയേറ്റിവിറ്റി ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അവസരം തരുന്നത് രാജേഷാണ്. രാജേഷ് ഉറപ്പായിട്ടും ഫ്രീഡം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് അതത്ര വേണ്ട, ഇതിങ്ങനെ ചെയ്യുന്ന പറയുന്ന ഒരാൾ അല്ല. ഹലോ അത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തൊലഞ്ഞ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം പോയി. പിന്നെ അങ്ങോട്ട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇപ്പോൾ മഞ്ജു ആയാലും ശരിയാണ്, അറിയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അങ്ങോട്ട് ഈഗോ ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ സ്ഥലത്ത് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പിണങ്ങിയിരുന്ന തന്നെ രാജേഷ് അപ്പോഴെ തന്നെ റെഡിയാക്കി എടുക്കും. മിണ്ട് സംസാരിക്കാൻ എന്താ പിണങ്ങിയിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അതെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നതിന്റെ ഇടയ്ക്ക് വഴക്കുമൊക്കെ ഉണ്ടാകും. അവനവൻ ഇങ്ങനെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള തർക്കിച്ചാണ് കറക്റ്റ് സ്ഥലത്ത് എത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അതിന് അങ്ങനെ ചെയ്യുന്നത്, അതിപ്പോ ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ളതൊക്കെ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീഷയുടെ പറഞ്ഞ ഒരു ഈഗോ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് അതിനകത്ത് ഒരു പ്രശ്നമേ ഇല്ല. മറ്റേ ഈഗോ വർക്ക് ചെയ്യുമ്പോഴാണോ ഇവള് പറയുന്നത് ഇപ്പൊ ഞാൻ അനുസരിക്കണം, അല്ലെങ്കിൽ അവൻ പറയുന്നത് ഞാൻ അനുസരിക്കണം, അത് വേണ്ട. ശരിക്കും അതൊരു മാതൃകയാവണം അല്ലെ എല്ലായിടത്തും. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്. ഇത്രയും വർഷത്തെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പാഠമായിരുന്നു അത്. കാരണം നമുക്ക് ഇത് എന്ത് രസമായിരിക്കുന്നു ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട്. ഞാൻ ഇനി ഒരു സിനിമ ചെയ്യാൻ ഇടയ്ക്ക് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഫുൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, പണ്ട് ഞാൻ നാടകത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് പരീക്ഷ നാടകങ്ങൾക്കൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഒരു സംഭവം നമ്മളിരുന്ന് സംസാരിച്ച് ഒരു ത്രെഡ് ഉണ്ടായി ഒരു സീഡ് വന്ന് പിന്നെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്താണ് ഇംപ്രൂവൈസ് ചെയ്താണ് വരുന്നത്. ഒരു പടം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഈസിയായി. ഓക്കെ അനീഷേട്ടോ, അതേപോലെ ഒരു കാര്യം എന്നാന്നോ, ഇവിടെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നേ, ഒത്തിരി പേര്, അതായത് നാടകത്തിൽ നിന്ന് ഇഷ്ടംപോലെ വന്ന ആൾക്കാർ വന്നു. പക്ഷെ എല്ലാവരുടെയും ഒരു ദുഃഖം എന്നാന്നറിയോ, ഇപ്പൊ നാടകം നമ്മളെ കൈവിട്ട് പോകുന്ന ഒരവസ്ഥ, അത് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥ. ശരിക്കും എല്ലാവരും കൂടെ കൂട്ടി തിരിച്ചാ നാടകമൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ഒന്ന് ലൈവ് ആക്കി എടുക്കാനൊക്കെ അല്ലേ? പിന്നെ ഉറപ്പായിട്ട് ഇപ്പൊ നാടകം വളരെ സജീവമാവുന്നുണ്ട്. ഇപ്പൊ നോർത്തിലൊക്കെ പുറത്തൊക്കെ ഒരുപാട് സജീവമാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലും 2 തരത്തിലുള്ള നാടകങ്ങളുണ്ടല്ലോ. നമ്മൾ പരീക്ഷണ നാടകങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന നാടകങ്ങളുണ്ട്, തനത് നാടകങ്ങൾ എന്ന് പറയുന്ന നാടകം, പിന്നെ പ്രൊഫഷണൽ നാടകമുണ്ട്. ഈ 2 നാടകങ്ങളുടെ വ്യത്യാസം, പ്രൊഫഷണൽ നാടകമാകുമ്പോൾ ഒരു വർഷം ഒരു കഥാപാത്രമായിരിക്കും നമ്മൾ. തനത് നാടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഴ്ച ഓരോരോ പ്രൊഡക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പല കഥ ഇപ്പോൾ സീരിയലും നമ്മൾ ഇതുപോലെ മറ്റേ സെറ്റയർ മറ്റേ സിറ്റ്കോം ഒക്കെ ചെയ്യുന്നത് പോലെയാണ്. സീരിയലിലപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു മോഹനകൃഷ്ണനായിട്ട് അഭിനയിച്ച 5 വർഷം മോഹനകൃഷ്ണനായിരുന്നു. ഓ അതെന്നാ ക്യാരക്ടറാ, ഇങ്ങനെ ഒരു മനുഷ്യനെ കിട്ടി ഇടിക്കും കേട്ടോ, അത് ഉറപ്പാ. പക്ഷെ അങ്ങനെയൊക്കെ ശരിക്കും ക്യാരക്ടേഴ്സ് ഉണ്ടോ അനീഷയുടെ? ശരിക്കും അങ്ങനെ ആരെങ്കിലും കീനായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ ചില എലമെന്റുകൾ കൂട്ടിച്ചേർത്താണ് ഒരു കഥാപാത്രം ഉണ്ടാകുന്നത്. ഞങ്ങളുടെ വീടിനടുത്ത് പട്ടാളത്തിലുണ്ടായിരുന്നൊരു വാസുമാമൻ ഉണ്ടായിരുന്നു. പുള്ളിയോട് സംസാരിക്കും. പുള്ളി ഒരിക്കലും ഇങ്ങനെ ജംഗ്ഷനിൽ വന്നപ്പോൾ നമ്മൾ ചോദിച്ചു, ഞാൻ മഞ്ചാടിമുട്ടിലാണ് താമസിക്കുന്നത് ചെറിയ, അവിടെ ഒരു ചായക്കടയുണ്ട്. ചായക്കടയിലെ രാജൻ എന്നൊരാൾ, രാജണ്ണൻ്റെ വൈഫ് ചോദിച്ചു, വാസുമാൻ വന്നു, വാസുണ്ണ നമ്മുടെ മോള് നിർമ്മല വന്നിട്ടുണ്ടോ? നമ്മുടെ അല്ല, എൻ്റെയും ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ സത്യഭാമ, ഞങ്ങൾക്കുണ്ടായ മകൾ നിർമ്മല വന്നിട്ടില്ല. പുള്ളിയുടെ ഒരു ബൈക്കുണ്ട്, TVS SC, എല്ലാ ഗിയറും താഴോട്ടാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ ചോദിച്ചു, മാമ ഇതിൻ്റെ ഗിയർ എങ്ങനെയാണ്? ഫസ്റ്റ് താഴോട്ട്, ബാക്കിയെല്ലാം താഴോട്ട്. ഇങ്ങനെയല്ലേ ശരിക്കും ആ പുള്ളി നന്നായിട്ട് എനിക്കൊന്ന് അനീഷേട്ടൻ പഠിച്ചു. അതുകൊണ്ട് ആ ക്യാരക്ടർ അത്രയും സക്സസ് ആയി. അതെല്ലാം മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ റൈറ്ററുടെ ഒരു സപ്പ്, അന്ന് ഉണ്ണിച്ചെറിയാൻ്റെ സ്ക്രിപ്റ്റ് ആണല്ലോ, അപ്പോൾ അത് ഭയങ്കര ശക്തമായ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ശരിക്കും ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കീനായിട്ട് വർക്ക് ചെയ്യണം അല്ലേ? മഞ്ജുവിനോട് അതാ ചോദിക്കാനുള്ളത്. മഞ്ജു ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഏത് ക്യാരക്ടർ ചെയ്താലും പിന്നെ മഞ്ജു പത്രോസിനെ അവിടെ നോക്കണ്ട, ആ ഒരു ക്യാരക്ടർ അത് തെളിയിച്ചത്. ഇപ്പൊ ലാൽ സാറിനോട് ഒരു ഫിലിം ചെയ്തില്ലേ, മുന്തിരി വള്ളികൾ തളർ, അതിനകത്ത് മഞ്ജുവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും
മഞ്ജു അല്ല അവിടെ. പുള്ളിയോടുള്ള ആരാധനയും എല്ലാം കൂടെ അങ്ങോട്ട് മനസ്സിലായില്ലേ? ലാൽ സാറിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അതിപ്പോൾ എത്ര ചെറിയ ആളായിക്കോട്ടെ എത്ര വലിയ ആളായിക്കോട്ടെ, പക്ഷെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കാനും അയാളെ ഒന്ന് നോക്കി ചിരിക്കാനും കാണിക്കുന്ന ഒരു മനസ്സ് ഞാനെന്നുള്ള വ്യക്തി അവിടെ ഉണ്ട് അപ്പോൾ എന്നുള്ളതൊക്കെ ഒരു തോന്നലുണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര പാഷനേറ്റ് ആണ്. വേറെ ഒന്നുമില്ല അവരുടെ ഉള്ളിൽ. സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരെന്തോരം റിസ്കുകളാണ് എടുക്കുന്നത്. ഭയങ്കര അതുകൊണ്ട് തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അനീഷേട്ടൻ പറഞ്ഞ പോലെ ഒരു കാര്യം, അതിലൊരു സത്യമുണ്ട്. നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ എത്ര സക്സസ് ആക്കാൻ ഒക്കത്തുള്ളൂ അല്ലേ? നമുക്കൊരു പേടി. അത് മാത്രമല്ല, ഇപ്പം ഈ നമ്മുടെ അളിയൻ വേഴ്സസ് അളിയൻ്റെ ലൊക്കേഷനിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ, ഡയറക്ടർ എല്ലായിടത്തും അല്ലേ അവരായിരിക്കും അത് ഇങ്ങനെ ഒരു സീൻ അഭിനയിക്കുന്നതും. പക്ഷെ അളിയൻസിൻ്റെ ലൊക്കേഷനിൽ ഒരു സീൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ചെയ്ത് ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഈ ഇപ്പൊ നമ്മളൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈറ്റിലെ കുട്ടിയായിരിക്കും പറയുന്നത്, ചേച്ചി കഴിഞ്ഞ സീനിൽ അതല്ല പറഞ്ഞിരിക്കുന്നത്, തിരുത്തും, നമുക്ക് വേണ്ട സജഷൻസ് തരും. ക്യാമറയിലൊക്കെ ഉള്ള ചേട്ടന്മാര് ഭയങ്കര സപ്പോർട്ടീവാണ്. ഈ ഒരു ദിവസേ ഇതിങ്ങനെ തോളത്ത് വെച്ചിട്ടൊക്കെ ചെയ്യണല്ലോ ക്യാമറ. അപ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ തെറ്റിപ്പോവുമല്ലോ, നാക്കും അടക്കും. അപ്പോഴൊക്കെ ഇവരിങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ തോളത്ത്. അപ്പൊ ഞാൻ ചേട്ടനോട് ചേട്ടൻ എന്ത് കനുണ്ടോ ഇവിടെ വാ, ഭയങ്കര കന, എന്നാലും ഇവരൊന്നും പറയില്ല. ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നടനും നടിയും അല്ലെങ്കിൽ ഡയറക്ടറും മാത്രമല്ല. അത് സത്യം അല്ലേ അനീഷയുടെ? ഇപ്പൊ നമ്മള് ഓരോ ഇന്റർവ്യൂവിലും പറയുക ഒരു ഹോൾ ക്രൂവിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു വെറും വാക്കല്ല. ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേന് ഈ ലൈറ്റ് എല്ലാം അടപടലം പൊളിച്ചിന്. പിന്നെ ശരിക്കും നമുക്കൊക്കെ ഒരു സീനില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് വിശ്രമിക്കാം. ഇവരൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യണം. അതെ, നമ്മുടെ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സജഷൻ ഷോട്ട്, ഒരു കുഞ്ഞു ഡയലോഗ് ആന്നേ പോലും അവരെന്തോരം ലൈറ്റ് ചെയ്തേനൊക്കെ. അയ്യോ, അവിടെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ അവിടെ കഴിഞ്ഞ പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. അതെ, പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് അത് നമ്മൾ പോലും അറിയുന്നില്ല. അപ്പൊ ഡയറക്ടർ മാത്രം വന്ന് ബാക്കി എഡിറ്റേഴ്സും മറ്റു കാര്യങ്ങളും മ്യൂസിക് ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അലിയൻസിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ടീം വർക്ക് തന്നെയാണ്. ഒരാൾ അതിൽ നിന്ന് ലേശം വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മെന്റലിയും അതെ. നമ്മുടെ സീൻ അല്ലാത്ത സീനാണെങ്കിൽ പോലും നമ്മൾ പോയി നിൽക്കും. അതല്ല മറ്റേത് പറയും. നമ്മുടെ ആ ഒരു ഇൻവോൾവ്മെന്റും കൂടെ അതിനകത്ത് ലൊക്കേഷനിലുള്ള എല്ലാവർക്കും അറിയാം അന്നത്തെ കഥ. അനീഷേട്ടാ, ഇതിന്റെ ഇടയിൽ നമ്മൾ നാടകത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, അനീഷേട്ടൻ എന്നാ ഒരു പന്ന കാണിച്ചതെന്ന് അറിയാമോ? അനീഷേട്ടന് സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാ? ഇല്ലല്ലോ, അത് നാടക ട്രൂപ്പല്ല. പിന്നെ അത് ഇപ്പൊ ഈ സ്റ്റേജ് ഷോസിന് വേണ്ടിയിട്ടുള്ള തിരുവനന്തപുരം മെഗാസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ടാണ് അനീഷേട്ടൻ പറയാം, സ്വന്തമായിട്ട് പുറത്തുനിന്ന് ഇഷ്ടമല്ലായിരിക്കും. ഞാൻ മഞ്ജുനോട് പറഞ്ഞു, മഞ്ജു ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറഞ്ഞു, എല്ലാം മറന്ന് വിഡ്ഢിയെ പോലെ ഇരിക്കുക. എന്തോ മഞ്ജു കാശ് കൊടുത്ത് കൊണ്ടുവന്നാണോ? ഇത് കഴിയുമ്പോ എനിക്ക് സാരി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ലല്ലോ, പോയി. അനീഷയുടെ ഈ അമ്പലപ്പറമ്പിലൊക്കെ നമ്മൾ ഇതിന് പോണല്ലോ, നല്ല രസകരമായ എന്തെങ്കിലും ഒരുപാട് നല്ല രസകരമായ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. ഞാൻ ഇടയ്ക്ക് ഒരു മംഗളത്തിൽ ഒരിക്കലും എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ വർഷങ്ങൾക്ക് ഞാൻ മംഗളം വായിച്ചില്ല. അങ്ങനെയല്ല, അത് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പിന്നെ സ്കിറ്റിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചാൽ ഞാൻ എൻ്റെ മോഹനം എന്നൊരു സീരിയലാണ് ആദ്യം വന്നു തുടങ്ങുന്നത്, ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തമിഴ്നാട് മാർത്താണ്ഡ് ഏരിയയിലൊരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോൾ പ്രോഗ്രാം സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ ചെറിയ കടകളുണ്ടാവുമല്ലോ. അപ്പോൾ കടകളിലൊക്കെ ചെന്നപ്പോൾ ഞാനത് സീരിയലൊക്കെ വന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയം. അപ്പോൾ ചെറിയൊരു സ്റ്റൈലൊക്കെ ഇട്ട് ഞാനിങ്ങനെ ചായക്കട ചെന്നപ്പോൾ കാണാം അവിടുത്തെ ആ ചേച്ചി സീരിയൽ. അതെ, എല്ലാവരും സ്റ്റൈലൊക്കെ ഇരുന്ന്. അപ്പോൾ എല്ലാവരും വന്നിരുന്നു, ചേച്ചി ഒരു 5 ചായ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ വന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു. ഇതാരാ? മറ്റേ സീരിയൽ ബൾബിൻ്റെ ആളാണ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ കിട്ടണമെന്ന് പറഞ്ഞു. തീർന്ന് അനീഷേട്ടൻ അവിടെ നിന്ന് വേർത്ത്. ഞാൻ ആ ചായ പൈസ കൊടുത്തില്ല.
അല്ല പിന്നെ ചുമ്മാ അവരെ കൊണ്ട് പഠിപ്പിച്ചു, പയ്യന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. തകർച്ച, ചില്ലറ തകർച്ച വല്ലതും ആയിരുന്നോ? കഴിഞ്ഞ ദിവസം റിയാസ് പറഞ്ഞിருக்கு പഞ്ചറായ ട്യൂബില് റോഡ് റോളർ കെട്ടിലത്. അനീഷയുടെ ആ ഒരു നിമിഷമല്ലോ, അനീഷയുടെ തകർന്ന് വേർത്ത് കാണുവേ, നശിച്ചു പോയി. അതെ. പിന്നെ ഇത്രയും ജാടയൊക്കെ ഇറക്കിയിട്ടേ ഭയങ്കര സ്റ്റൈലൊക്കെ ഇരുന്നിട്ട് സീരിയൽ ബൾബ് കെട്ടാൻ വന്ന ആളാന്നു. തലച്ചോക്ക് പഞ്ചു അവസ്ഥ, ഞാനൊക്കെ ഓടിയല്ലേ ഇതേപോലെ നമ്മള് എവിടെ ഇപ്പൊ എല്ലാവർക്കും നമ്മൾ അറിയണമെന്നൊന്നും ഇല്ലല്ലോ. ഈ നമ്മള് ട്രെയിനിലൊക്കെ വരാൻ നേരത്ത് ഒരു ഫാമിലിയിൽ ചിലപ്പോ ഒരാൾക്ക് നമ്മളെ പരിചയം ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് ഇയാള് കണ്ടിട്ട് വർത്താനം പറഞ്ഞെങ്കിൽ പോയാ പോരെ, ബന്ധുക്കാരെയൊക്കെ വിളിക്കും അവിടെ ഉള്ള. എന്നിട്ട് നമ്മളിങ്ങനെ നിർത്തിട്ട് ആരാന്ന് മനസ്സിലായോ ഇത്? അപ്പൊ ഇവര് നമുക്ക് എക്സ്പ്രഷൻ കാണാം. ശരിക്കും നോക്ക്, നമ്മളവിടെ നിന്ന് അങ്ങ് ഉറ്റിക്ക് തീരാണ്. എന്നാലും ഇവര് പറയില്ല എന്നാ വിട്, എന്നെങ്കിൽ ചോദിക്കണ മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇന്ന സീരിയലിലുള്ള കുട്ടിയാണെന്ന് പറയാൻ പറ്റേ, പറയില്ല. അവരെ കൊണ്ട് ഇന്നലെ നീ കണ്ട ആളാന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കും ചേച്ചി. അത് പിന്നെ കുഴപ്പമില്ല, മറ്റേ കൂടെ ഞാൻ കാണാറില്ല. അത് പറയും, എനിക്കറിയില്ല, ഞങ്ങൾ ഇതൊന്നും കാണാറില്ല എന്ന് പറയും. ഈ മനുഷ്യൻ എന്നിട്ട് പറയണു എന്റെ ഭാര്യ ഭയങ്കര ഫാനാണ്, നിങ്ങളെന്ന് പറഞ്ഞാൽ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അവര് കണ്ടിട്ടേ ഉണ്ടാവില്ല. മഞ്ജു, ഇതിനെക്കാട്ടിലും കഷ്ടം എന്താ അറിയോ, ഇപ്പൊ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കും. അതാണ് ഏറ്റവും പ്രയാസം. ആന്റി മനസ്സിലായോ? ആ കുഞ്ഞിന് എന്തറിയാൻ പറ്റും? സത്യം, അതാണ് ഏറ്റവും ചളു. ചിലർ ഫോൺ ചെയ്ത് തരും, ഒരു മിനിറ്റ് എന്റെ വൈഫിനെ ഭയങ്കര സംസാരിക്കും. എന്നിട്ട് ഈ മനുഷ്യൻ പറയണ്ടേ ഇത് ഇന്നാരാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊടുക്കും. അപ്പൊ അവര് ആരാ, അയ്യോ തകർന്ന് നമ്മള് പറയണ ഏത് സീരിയല് ഞാൻ ഹലോ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സംസാരിക്കും. ഇല്ലെങ്കിലേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല. സത്യം, ഇവരാ എക്സൈറ്റ്മെന്റിൽ വിളിച്ചാൽ കൊടുക്കുക. പിന്നീടായിരിക്കും വീട്ടിൽ ചെന്നിട്ട് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഇഞ്ചി ആയല്ലോ, പറയണ്ട. ആ ഒരു സിറ്റുവേഷൻ നോക്കണം, നമ്മുടെ ആ ഒരു ഇത് വിടാനും പറ്റിയല്ല. ഒന്നും ചെയ്യാന്ന്. എനിക്കൊരു മിമിക്രി ചെയ്തുതരും. മിമിക്രി ഒരു ഊഴമുണ്ടേ, മിമിക്രി ചോദിച്ചില്ലല്ലോ അല്ല. ഞാൻ നമ്മളെ ഈ അടുത്ത എപ്പിസോഡില് മഞ്ജു എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മഞ്ജുവിന്റെ കഥ ഒക്കെ ഒരുപാട്. ഒരു കാര്യം കൂടെ പറയണം, അളിയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കിളിമോളുണ്ടല്ലോ, തക്കിളിമോളുടെ കഥ വരെ നമ്മൾ ഇതിനകത്ത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഥാകൃത്തുക്കൾ ഉണ്ടായ ഒരു വർക്കാണ് അളിയൻസ്. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ഒരു സിറ്റ്കോമാണ് നമ്മുടേത്. എപ്പോഴും പുതിയ പുതിയ ആൾക്കാർ. ഫുൾ അപ്രിസിയേഷൻ കൊടുക്കേണ്ടത് എന്റെ റിയൽ സ്ക്രിപ്റ്റ് റൈറ്ററിനാണ്. പുള്ളി ആ ഫ്രീഡം വിട്ട് തന്നില്ലേ, ഡയറക്ടർ നമ്മുടെ രാജേഷ്. ഫുൾ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ തക്കിളി ഇതുപോലെ മഞ്ജുവിന്റെ ഒരു കഥയുണ്ടായിരുന്നു. മഞ്ജുവിന്റെ കഥയിൽ ഞങ്ങളിങ്ങനെ ആണുങ്ങളെ വീട്ടിൽ പറ്റിച്ചിട്ട് പോകുന്നൊരു സംഭവം. അപ്പൊ അങ്ങ് ഈ വൈഫിനൊക്കെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്തിട്ട് അമ്മ ഒരു കമ്പനി കൊടുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ എൻ്റെ സൗഹൃദ സദസ്സിലൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്. അത് പാടാം, അത് രസമാണ്, ചേച്ചിക്കും പാടാൻ പറ്റും, ഫസ്റ്റ് കേൾക്കുന്നവർക്കും പാടാൻ പറ്റും. അപ്പൊ അത് സൗഹൃദം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്. അപ്പൊ ഇതിപ്പോ നമ്മുടെ കുടുംബമായോണ്ട് നമുക്ക് പാടാം. മഞ്ജുനും ആ പാട്ട് അറിയാം, നമ്മളിങ്ങനെ പാടാറുണ്ട്. ഒരുമിച്ച് പാടി തീർക്കോ? അല്ല, നമ്മൾ ചേച്ചി പാടും. എന്നാ ഞാൻ നോക്കട്ടെ, എനിക്കറിയാൻ മേലല്ലോ. എനിക്കും അറിയില്ലായിരുന്നു, പക്ഷെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പാട്ടാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാം. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ചെമ്മാനം പൂക്കണല്ലോ, തെങ്കാറ്റു വീശണല്ലോ. ചെമ്മാനം പൂക്കണല്ലോ, തെങ്കാറ്റു വീശണല്ലോ. വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം. സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാം. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ.
കുറച്ചുകൂടെ ഉണ്ട്, എൻ്റെ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിർത്തിയതാണ്. പക്ഷെ എഴുതിയതാരാ അറിയില്ല. പാടിയത് ഞാനും മഞ്ജു. എഴുതിയതാരാ? ഇത് പണ്ട് എപ്പോഴോ കേട്ട് കേട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ശരിക്കും ഉണ്ടോ ഇങ്ങനത്തെ പാട്ട്? അത് അനീഷേട്ടൻ എഴുതിയത്? ഞാൻ എഴുതിയതല്ല, ഇത് വേറെ വായ്മൊഴിയായി ഇങ്ങനെ കേട്ട് വന്നതാണ്. പക്ഷെ ഞാനിതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിൽ ഈ ട്യൂണൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിലൊക്കെ ആക്കി ചെറുതായിട്ട് വളച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഓ അത് ശരി. അനീഷേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇത്ര താളം നല്ല രസമായിട്ട്. മഞ്ജു പഠിച്ചിട്ടുണ്ടോ? പാടും, നന്നായിട്ട് പാടും. മഞ്ജു നന്നായി പാടും. ഒരു പാട്ട് പാടും, കൂട്ടത്തിൽ പാടിയത് ഞാൻ കട്ട് ചെയ്ത്. സുന്ദരി കണ്ണാലൊരു സേതി சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே. ഞാൻ അതിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഭയങ്കര രസമുണ്ട്. അപ്പൊ ആ ഒരു എന്നാ പറയാ, ആ ഒരു സ്ട്രെയിൻ എടുത്ത് നല്ലോണം പാടി. ക്ഷീണുണ്ടോ? അല്ല, വെൽക്കം ഡ്രിങ്ക് ആദ്യമേ തരണ്ടാണ്. ഇപ്പൊ എത്ര തരം ചോദിച്ചു മേടിക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് അറിയാം. എടുത്ത് കഴിക്കേണ്ടതാണ് എന്നറിയാം. എന്നാ പിന്നെ ചെയ്താച്ചാ മതിയേ. അങ്ങനെ വിട്ടേച്ച് കാര്യമില്ലല്ലോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. അടുക്കള കയറി എടുത്ത് കഴിക്കണം, അതാ സ്വാതന്ത്ര്യം. എന്തിന്? വെൽക്കം ഡ്രിങ്ക് ആണ് നമുക്ക്. ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്റെ ഫേവറേറ്റ് ഫുഡ് നോൺ എന്നുവെച്ചാ നോണില് എന്തും കഴിക്കും ഞാൻ. ഫിഷാണ് ഭയങ്കര ഇഷ്ടം. നാടൻ ഭക്ഷണത്തോടാണ് കൂടുതൽ ഇഷ്ടം. കപ്പ, മീന്, ചക്ക വേവിച്ചത് ഭയങ്കര ഇഷ്ടം. അയ്യോ, മീനാണ് ഭയങ്കര ഇഷ്ടം. അനീഷേട്ടൻ ഇതിന്റെ ഇടയിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്തു പറഞ്ഞു, ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഫിലിം ചെയ്യാൻ ഇഷ്ടമാണ്. എന്നിട്ട് എന്നാ ചെയ്യാത്ത? അഭിനയിക്കാനാണ്. അല്ല, ഡയറക്റ്റ് താല്പര്യമുണ്ട്, ചെയ്യണം. അല്ല, ഞാൻ ഇടയ്ക്കൊന്ന് പ്ലാനിങ്ങിലൊക്കെ റെഡിയായി വന്നായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, നമുക്കറിയാലോ. സ്ക്രിപ്റ്റ് റെഡിയാണ്. സ്ക്രിപ്റ്റ് റെഡിയാണ്. എനിവേ, നിങ്ങളുടെ വിശേഷം നമ്മുടെ അമൃത കുടുംബത്തിലുള്ള എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഉള്ളതല്ലല്ലോ നമ്മുടെ ക്യാരക്ടർ വൈസ് കാണുന്നത്, എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ? അതിനുള്ള ഒരു ഭാഗ്യം. നിങ്ങൾ പേഴ്സണലി ആരാണെന്നും എന്താണെന്നും അനീഷേട്ടൻ എന്താണെന്നും മഞ്ജു എന്താണെന്നും എൻ്റെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ മനസ്സിലായി. എനിവേ, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട്, എനിക്കൊരു മുട്ടായി പോലും കൊണ്ടുവന്നില്ല. ഒരു കാര്യം, ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. വൈഫ് പ്രത്യേകം നേരത്തെ പറഞ്ഞ കൂട്ടാന്നോ? നമ്പർ അല്ലല്ലോ. വലിയ ഇഷ്ടമായിരുന്നു. ആയിരുന്നോ? ആണ്. സ്കൂളിംഗ് ടൈമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ സിനിമയിൽ വന്ന സമയമൊക്കെ അവളാ പറഞ്ഞത്. പിന്നെ മീൻസ് അങ്ങനെ നമ്മൾ സംസാരിച്ചു. എന്റെ പ്രത്യേക അന്വേഷണം പറയണം, ജയലക്ഷ്മി. ജയലക്ഷ്മിന് എന്റെ പ്രത്യേക അന്വേഷണം. ഈ സ്നേഹം എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ ഇവിടെ എൻ്റെ ആനീസ് കിച്ചണിൽ വന്നതിൽ വരാത്തതിൽ ഒരു സങ്കടമുണ്ട്. പിന്നെ അന്നേൽ നമ്മുടെ കുടുംബത്തിലെ ഒരു സന്തോഷ കാര്യങ്ങൾ നടക്കുമ്പോൾ ആനീസ് കിച്ചണിൽ കൂടെ അറിയാമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമല്ലേ? അനീഷേട്ടാ, താങ്ക് യു വെരി മച്ച്. മഞ്ജു, താങ്ക് യു. ഇനിയെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ഇതേപോലെ സന്തോഷമാണെങ്കിൽ ഒരു മുട്ടായി ഏലും കൊണ്ടുവരണം കേട്ടോ, മറക്കരുത്. സത്യത്തിൽ ഞാൻ മറന്നുപോയതാ. എനിവേ, താങ്ക് യു മഞ്ജു. അനീഷേട്ടാ, ഒരുപാട് സന്തോഷമാണ്. ഞങ്ങളുടെ വിശേഷങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഇത്രയും ഭയങ്കര ഹിറ്റായി പോകുന്നൊരു പ്രോഗ്രാമിന്റെ ഭാഗമായി പറ്റിയതിൽ, പിന്നെ ആനിയെപ്പോലെ ഒരു മിടുക്കിയുടെ അടുത്ത് ഇത്രയും സമയം ഇരിക്കാൻ പറ്റിയ പോസിറ്റീവ് എനർജി കിട്ടിയതിൽ, നല്ല വിഭവം തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.